നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഡയറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? വിശപ്പ് സഹിച്ച് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണോ? ബോഡി ബിൽഡർമാരെ പോലെ മസിലുകൾ വളർത്തുവാൻ കഷ്ടപ്പെടുന്നതാണോ? അതോ കുറച്ച് വണ്ണം കൂട്ടി ആരോഗ്യം മെച്ചപ്പെടുവാൻ ആഗ്രഹിക്കുന്നതാണോ? എന്ത് ലക്ഷ്യമായാലും ഡയറ്റിംഗ് എന്നത് വെറും ഭക്ഷണം കുറയ്ക്കലല്ല, അതൊരു ശാസ്ത്രവും ഒരു കലയുമാണ്. ഇന്ന് ഒരു ഹെൽത്തിയായ ഡയറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വണ്ണം കുറയ്ക്കുവാനും വണ്ണം കൂട്ടുവാനും ബോഡി ബിൽഡിങ്ങിനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്താണ് ആരോഗ്യകരമായ ഡയറ്റിങ്ങിന്റെ രഹസ്യം? എല്ലാം ശാസ്ത്രീയമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഡയറ്റിങ്ങിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാം. ഡയറ്റിംഗ് എന്നത് വെറും ഒരു വിശപ്പ് സഹിക്കലല്ല, അത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ രീതിയിൽ നൽകി നമ്മുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതാണ്. ഡയറ്റിങ്ങിന് 3 പ്രധാന ലക്ഷ്യങ്ങൾ ഇതാണ്: 1. വണ്ണം കുറയ്ക്കൽ, 2. വണ്ണം കൂട്ടൽ, 3. ബോഡി ബിൽഡിംഗ്. ശരീരഭാരം നിയന്ത്രിക്കുന്നതിന്റെ അടിസ്ഥാനം കാലറി ബാലൻസ് ആണ്. ശരീരം ദിവസവും ഉപയോഗിക്കുന്ന ഊർജത്തിനെ TDEE, അതായത് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനം മെറ്റബോളിസം, ശരീരപ്രവർത്തനങ്ങൾ, ഭക്ഷണം ദഹിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. TDEE-യേക്കാൾ കുറഞ്ഞ കാലറി കഴിച്ചാൽ ശരീരത്തിലെ കൊഴുപ്പ് എനർജിയായി ഉപയോഗിച്ചുകൊണ്ട് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. കൂടുതൽ കാലറി കഴിച്ചാൽ ശരീരഭാരം കൂടും. ബോഡി ബിൽഡിങ്ങിന് കാലറിക്കൊപ്പം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ശ്രദ്ധിക്കണം. ഇവ പേശികളുടെ വളർച്ചയ്ക്കും ഊർജത്തിനും ആരോഗ്യത്തിനും സഹായിക്കും. TDEE അനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുന്നത് ശരീരഭാരവും ആരോഗ്യ ലക്ഷ്യങ്ങളും കൈവരിക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ TDEE എങ്ങനെ കണ്ടെത്താം? ഏറ്റവും എളുപ്പമുള്ള വഴി ഓൺലൈൻ TDEE കാൽക്കുലേറ്ററുകൾ ഉപയോഗിക്കുന്നതാണ്. ഇതിനായി നമ്മുടെ പ്രായം, ഭാരം, ഉയരം, ലിംഗം എന്നിവയ്ക്കൊപ്പം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ നില, ഉദാഹരണത്തിന് ഓഫീസിൽ ഇരുന്നാണോ ജോലി ചെയ്യുന്നത്, അതോ ദിവസവും വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നിവ നൽകണം. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റർ TDEE കൃത്യമായി കണക്കാക്കി തരും. ഉദാഹരണത്തിന് 30 വയസ്സുള്ള 70 കിലോ ഭാരവും 170 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു വ്യക്തി ആഴ്ചയിൽ 3 മുതൽ 4 ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ TDEE ഏകദേശം 2000 മുതൽ 2500 കാലറി ആയിരിക്കും. അതായത് ഈ വ്യക്തിയുടെ ശരീരഭാരം നിലനിർത്തുവാൻ ദിവസം 2000 മുതൽ 2500 വരെ കാലറി കഴിക്കണം. നിങ്ങളുടെ ലക്ഷ്യം വണ്ണം കുറയ്ക്കലാണെങ്കിൽ TDEE-യിൽ നിന്നും 500 മുതൽ 750 കാലറി കുറച്ച് കഴിക്കണം. വണ്ണം കൂട്ടണമെങ്കിൽ 250 മുതൽ 500 കാലറി അധികം കഴിക്കണം. ബോഡി ബിൽഡിങ്ങിന് കാലറിക്കൊപ്പം പ്രോട്ടീൻ്റെ അളവും ശ്രദ്ധിക്കണം. TDEE അറിഞ്ഞാൽ നമ്മുടെ ഡയറ്റിംഗ് പ്ലാൻ ഒരു റോഡ് മാപ്പ് പോലെ വ്യക്തമാകും. അപ്പോൾ ഇനി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ച് ഡയറ്റിംഗ് പ്ലാൻ എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം. വണ്ണം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 1. കാലറി ഡെഫിസിറ്റ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ദിവസം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവ് കാലറി മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം 2000 കാലറി ആവശ്യമാണെങ്കിൽ 1250 മുതൽ 1500 കാലറി കഴിക്കുക. ഇത് ആഴ്ചയിൽ ഏകദേശം 1/2 കിലോ മുതൽ 1 കിലോ വരെ ഭാരം കുറയ്ക്കുവാൻ സഹായിക്കും. പക്ഷേ വിശപ്പ് സഹിച്ച് ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീനൊക്കെ നിറഞ്ഞ രുചികരമായ ഭക്ഷണം തിരഞ്ഞെടുത്ത് ആരോഗ്യകരമായി കഴിക്കാം. 2. പോഷക സന്തുലനം. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ, ഫൈബറുകൾ, വിറ്റാമിനുകൾ. ഏകദേശം 40% ഊർജം നൽകുന്ന കാർബോഹൈഡ്രേറ്റ്, ഓട്സ്, ബ്രൗൺ റൈസ്, മധുരക്കിഴങ്ങ് പോലെയുള്ളവ. 30% പ്രോട്ടീൻ, മുട്ട, ചിക്കൻ, പഴവർഗ്ഗങ്ങൾ, മാംസം. ഇവ മസിലുകൾ ശക്തമാക്കും. 20% ആരോഗ്യകരമായ കൊഴുപ്പ്, ബദാം, വാൽനട്ട്, ഒലിവ് ഓയിൽ, അവക്കാഡോ. 10% ഫൈബറും വിറ്റാമിനുകളും. പഴങ്ങൾ, പച്ചക്കറികൾ, ബീൻസ് ഇവ ദഹനത്തിന് വളരെ നല്ലതാണ്. 3. ഫൈബർ. പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുവൻ ധാന്യങ്ങളും. ഇവ വിശപ്പ് നിയന്ത്രിക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. 4. വെള്ളം. ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുവാൻ സഹായിക്കും. 5. വ്യായാമം. ആഴ്ചയിൽ കാർഡിയോയും ജിം ട്രെയിനിങ്ങും ചെയ്യുക. മസിലുകൾ നഷ്ടപ്പെടാതിരിക്കുവാനും ശരീരഭാരം കുറയ്ക്കുന്നത് വേഗത്തിലാക്കുവാനും സഹായിക്കും. പല ആളുകളും വളരെ കുറഞ്ഞ കാലറി കഴിക്കുകയും
മുഴുവനും ഭക്ഷണ വിഭവങ്ങളും, ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മെറ്റബോളിസം മന്ദഗതിയിലാക്കുകയും ഊർജം കുറയ്ക്കുകയും പോഷകക്കുറവിന് കാരണമാകുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ലക്ഷ്യം വണ്ണം കൂട്ടലാണെങ്കിൽ കാലറി സർപ്ലസ് ആണ് വേണ്ടത്. അതായത് നിങ്ങളുടെ TDEയേക്കാൾ 250 മുതൽ 500 കാലറി അധികം കഴിക്കണം. പക്ഷെ ബർഗറും പിസ്സയും കഴിച്ച് വണ്ണം കൂട്ടുന്നത് ആരോഗ്യത്തിന് ദോഷമാണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യകരമായ വഴി തിരഞ്ഞെടുക്കാം. വണ്ണം കൂട്ടുവാൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 1. കാലറി സർപ്ലസ്. TDEയേക്കാൾ 250 മുതൽ 500 കാലറി അധികം കഴിക്കുക. 2. പ്രോട്ടീൻ. ശരീരത്തിന്റെ ഓരോ കിലോയ്ക്കും 1.6 മുതൽ 2.2 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. ചിക്കൻ, മാംസം, മുട്ട, പയർവർഗ്ഗങ്ങൾ. 3. ആരോഗ്യകരമായ കൊഴുപ്പ്. നട്ട്സ്, ഒലിവ് ഓയിൽ, അവക്കാഡോ ഇവ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 4. കാർബോഹൈഡ്രേറ്റ്. ബ്രൗൺ റൈസ്, ഓട്സ്, മധുരക്കിഴങ്ങ് ഇവയെല്ലാം ഊർജത്തിന്റെ കലവറയാണ്. 5. വ്യായാമം. ആഴ്ചയിൽ 4 മുതൽ 5 ദിവസം വെയിറ്റ് ട്രെയിനിങ് മസിലുകൾ വളരുവാൻ നല്ലതാണ്. വണ്ണം കൂട്ടുന്നത് ദിവസവും കൃത്യമായി കൂടുതൽ ഭക്ഷണം കഴിക്കണം. പക്ഷേ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുത്ത് ഇതിനോടൊപ്പം വ്യായാമം ചേർത്താൽ മസിലുകൾ വളരുവാൻ സഹായിക്കും. ബോഡി ബിൽഡിംഗ് എന്നാൽ മസിലുകൾ വളരുകയും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന് ഡയറ്റിങ്ങും വ്യായാമവും തമ്മിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് വേണം. ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഉയർന്ന പ്രോട്ടീൻ. ശരീരഭാരത്തിന്റെ ഓരോ കിലോയ്ക്കും 1.8 മുതൽ 2.5 ഗ്രാം വരെ പ്രോട്ടീൻ വേണം. ചിക്കൻ, മത്സ്യം, വേ പ്രോട്ടീൻ, മുട്ട എന്നീ ഭക്ഷണങ്ങൾ ഇതിന് വളരെ നല്ലതാണ്. 2. ടൈമിംഗ്. വർക്കൗട്ടിന് 1 മണിക്കൂർ മുമ്പ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, വർക്കൗട്ടിന് ശേഷം 30 മിനിറ്റിനുള്ളിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മസിൽ വളർച്ചയ്ക്ക് സഹായിക്കും. 3. കാലറി ബാലൻസ്. മസിൽ വളർച്ചയ്ക്ക് 250 മുതൽ 500 കാലറി കൂടുതൽ കഴിക്കണം. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുവാനും ശ്രദ്ധിക്കണം. 4. സപ്ലിമെന്റ്. വേ പ്രോട്ടീൻ, ക്രിയാറ്റിൻ, BCAA ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇതൊന്നും ഇല്ലാതെയും ബോഡി ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കും. 5. റെസ്റ്റ്. മസിലുകൾ വളരുവാൻ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. കൂടാതെ ഓരോ മസിൽ പാർട്ടിനും കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കണം. ജിമ്മിൽ 30% വർക്കൗട്ടും 70% ഡയറ്റിങ്ങുമാണ് പ്രാധാന്യം. ശരിയായ ഭക്ഷണക്രമം ഇല്ലെങ്കിൽ എത്ര കഠിനമായി വ്യായാമം ചെയ്താലും മസിലുകൾ വലുതാകില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തായാലും വണ്ണം കുറയ്ക്കുക, കൂട്ടുക അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ്. ചില പൊതു നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഒന്ന് നോക്കാം. ആരോഗ്യകരമായ ഡയറ്റിങ്ങിന് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 1. സന്തുലിതമായ ഭക്ഷണക്രമം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയോടൊപ്പം ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉറപ്പാക്കുക. 2. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ബർഗർ, പിസ്സ, കോള, മിഠായി തുടങ്ങിയ ആരോഗ്യത്തിന് ഹാനികരമായവ ഒഴിവാക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. 3. ഗുണനിലവാരമുള്ള ഉറക്കം. 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം അത്യന്താപേക്ഷിതമാണ്. 4. ജലം. ദിവസവും 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. 5. ശരീരത്തിന്റെ സൂചനകൾ ശ്രദ്ധിക്കുക. വിശപ്പ്, ഊർജ്ജനില, ദഹനം എന്നിവ നിരീക്ഷിച്ച് ഡയറ്റിംഗ് ആവശ്യാനുസരണം ക്രമീകരിക്കുക. ആരോഗ്യകരമായ ഡയറ്റിംഗ് ശരീരഭാരം നിയന്ത്രിക്കുക മാത്രമല്ല, ഹൃദയാരോഗ്യം, പ്രമേഹ നിയന്ത്രണം, മാനസികാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തും. ഡയറ്റിംഗ് എന്നത് ശരീരത്തിന് ശരിയായ ഭക്ഷണം നൽകലാണ്. നമ്മുടെ ലക്ഷ്യം എന്തായാലും വണ്ണം കുറയ്ക്കുക, കൂട്ടുക അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ്. സന്തുലമായ ഭക്ഷണം, വ്യായാമം, നല്ല ഉറക്കം, വെള്ളം ഇവയാണ് വിജയത്തിന്റെ താക്കോൽ. ഡയറ്റിംഗ് ഒരു യാത്രയാണ്. ക്ഷമയോട് മുന്നോട്ട് പോകുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.